ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് മാങ്ങ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ അൽഫോൺസ മാമ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് 1 മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ചൂടായ പാനിലേക്ക് ഞാൻ നെയ്യ് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച മാമ്പഴത്തിൻ്റെ പ്യൂരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ 2 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. 2 മിനിറ്റ് നേരം ആകുമ്പോൾ അത് കുക്കായിട്ട് വരും. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മാമ്പഴം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പക്ഷേ അൽഫോൺസ മാമ്പഴം പോലുള്ള മാമ്പഴം ചേർത്താലേ നല്ല മഞ്ഞ കളറ് ലഭിക്കുള്ളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിടാം, കൂട്ടിയും കുറച്ചും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ പഞ്ചസാര കുറച്ച് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പകരം 1 ടേബിൾ സ്പൂൺ കൂടി നിങ്ങൾക്ക് കൂട്ടിയിടാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. അത് 1 കപ്പ് മിൽക്ക് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. എന്നിട്ട് നമ്മളിത് ഈ സ്പൂണ് കൊണ്ട് നന്നായിട്ട് അതിൻ്റെ തരികളൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ആ മിൽക്ക് പൗഡർ കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ദേ കണ്ട പാനിൽ നിന്ന് അതെല്ലാം വിട്ട് പോരുന്നുണ്ട്. ഈ അവസരത്തിൽ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. കണ്ട, ഇത് ഒട്ടിപ്പിടിക്കാതെ നല്ല വശവും വിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാമ്പഴത്തിന് കളറില്ലെങ്കിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്താൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞ കളറ് വരും. ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. അതൊന്ന് ആ പ്ലേറ്റിൽ പരത്തി വെച്ചാൽ വേഗം നമുക്കത് തണുത്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. എല്ലാം ഒരേ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ടേബിൾ സ്പൂൺ എടുത്തേക്കണത്. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് എടുക്കുക കേട്ടോ. ഉള്ളം കയ്യിൽ വെച്ചിട്ട് വേണം ഉരുട്ടാനായിട്ട്. അപ്പോഴാണ് നമുക്ക് നല്ല ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ട, ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുക്കുക. ഇനി ഇതിൻ്റെ നടുക്കിൽ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ട, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട, എല്ലാം ഒരേ അളവിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ബദാമാണ് നടുക്കിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിസ്ത നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് വെച്ചെങ്കിൽ അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നമുക്കത് കുറച്ച് നേരം തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തണവ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പേട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കെല്ലാം ഇത് ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.